പോലെ തുടങ്ങല്ല പൊളി ഷവർമ അടിപൊളി. എത്തി ഗായ്സ്, കൊച്ചി എത്തി. കൊച്ചി കൊച്ചി കപ്പ മുത്തിച്ചോ? വ്യൂ എങ്ങനെയുണ്ട്? പ്രേതോ അല്ല, ഇത് സംഭവം എന്താ? അല്ല ഞങ്ങളുടെ കൂട്ടാട്ട ഇതൊക്കെ കൊടുക്ക എടുത്തിട്ടുണ്ട്. ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണം. ആ ഒരു ചാട്ടത്തിന് വേണ്ടി ആയിരങ്ങൾ കൊതിക്കുകയാണ്. ഗീ റോസ്റ്റ് ആണ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്. ആപ്പിൾ ബീറ്റ്റൂട്ട് ക്യാരറ്റ് പാൻകേക്ക് ആപ്പിൾ എഗ് ഗൊട്ടാല. നല്ല രസമുണ്ടല്ലേ? ഔഡി മിനി കൂപ്പർ 9999. സൺസെറ്റ് ആസ്വദിച്ച് നിളയുടെ തീരത്ത്. ഓക്കെ അല്ല? കേക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ല? ഇല്ല. പോലെ തുടങ്ങല്ല. ആര്? ഞാൻ കറക്റ്റ് ടൈമാ. അപ്പൊ കൊച്ചി പൊളിക്കൂല. കൊച്ചി മാരിയോട്ട് നിങ്ങൾ പൊളിക്കും. കൊറേ കാലത്തിന്റെ ഷൈക്രോസ് കയറുന്നു. നമ്പർ ഇട്ടില്ല. കള്ളൻ കാണണ്ട. നിങ്ങള് ഒരു വണ്ടി ഇറക്കിയിട്ട് ഇതുവരെ സൺറൂഫ് തുറന്നില്ല പറഞ്ഞാല് ഫുള്ളാവൂല. ഫുള്ള് തുറക്കി. കായ് മുതലായിട്ട വണ്ടിന്റെ ഇപ്പോഴാണ് തുറന്നത്. ആഹാ അങ്ങനെ നോക്ക, എന്ത് ചൊറുക്കുണ്ട് കാണാൻ ഇതില്. നല്ല ബ്ലോക്കാ, കട്ട ബ്ലോക്കാണ്. അപ്പൊ നമ്മള് ഞാനിപ്പോ ഫുഡ് കഴിച്ചിട്ടില്ല. രാവിലെ ഒച്ചയും പള്ളുണ്ടാക്കലടേ. ആര്യാസ് നമ്മളെ ഷോപ്പ് എത്തണ മുന്നേ ആര്യാസ് എങ്കിൽ ആര്യാസ്. വെജ് കൊണ്ട് വെജ് ആയിക്കോട്ടെ. ഇതേതാ മസാല ദോശ. പിന്നെ അതെന്നെ പറ്റുള്ളൂ. പഴംപൊരി വിത്ത് നെയ് റോസ്റ്റ്. പഴംപൊരി ഇവിടെ അവിടെ പഴംപൊരി ഉണ്ട്. പഴംപൊരി വിത്ത് നെയ് റോസ്റ്റ് ആക്കണ്ടോ? നല്ല കോമ്പിനേഷനാ. പഴംപൊരി നിറച്ച എണ്ണ കേട്ടോ. സ്വൽപ്പ മസാല ദോശ ഇല്ല. ബില്ല് വന്നച്ച് 386. ഗീ റോസ്റ്റ് 75, മസാല ദോശ 72. നേരെ എത്രയായി? 2 മണി കഴിഞ്ഞില്ലേ? 2:10 കുട്ടികളെ. 9:30 ഇറങ്ങിയതാണ്. ഹെവി ബ്ലോക്ക് കിട്ടോ. ചടച്ചു പോയി വണ്ടിയിലിരുന്നിട്ട്. ഏതാ ഉപദേശം? പമ്പിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല ചേട്ടാ. അൽത്താസന്റെ ആള് വരില്ലേ? അൽത്താസ ഒരു ഷവർമ കഴിക്കാം. അൽത്താസ എന്നടിച്ചൂടി ഒരെണ്ണം വിളിച്ചാലോ? പോവാ. നമ്മള് ഡൈനിങ് ചെയ്യാൻ തീരുമാനിച്ചു. വണ്ടിയിൽ നിന്നൊരു സുഖം കിട്ടൂല. അപ്പൊ അൽത്താസയുടെ ഡൈനിങ്ങിലേക്ക്. ഇത് സൂപ്പർ സാധനമാണ്. ബോൾ ഗ്രീപ്പല്ല, കുറെ വീഡിയോ ഉണ്ട് വിളിക്കും. എൻ്റെ കളറും ഗ്രേപ്പിൻ്റെ കളറും സെയിം ആണല്ലോ. സൂപ്പർ സാധനം. മിയ ഗ്ലാസ് ഒക്കെ ഉണ്ടല്ലേ? ചാടി മുന്തിരി ഫുള്ളായിട്ട് ചാടിച്ചല്ലോട്ടാ. മുന്തിരിക്ക് വേണ്ടി അടിയാവും. വിളിക്കോ? നല്ല സാധനം അല്ലേ? ടേസ്റ്റിയാണ്. ഷുഗർ എന്താ പാട്? മിയ 4 നോർമൽ സെയിം. സാറാ മിക്സ് ചെയ്യാൻ ഞാൻ പൊട്ടിച്ചിട്ടില്ല. ഇതെന്താ സാധനം? എന്താ അതില്ല, മധുരം കുറവാണ്. ടേസ്റ്റ് രണ്ടാമത് ഓർഡർ ചെയ്തിട്ടാണ്. അടിപൊളി സാധനം. ഇയോ ബോൾ ഗ്രേപ്പ് ജ്യൂസ് മുണുങ്ങാണല്ലേ? പൊളി ഷവർമല അടിപൊളി. സൂപ്പർ സാധനം കേട്ടോ. നിങ്ങൾക്ക് നല്ല കോമ്പിനേഷൻ ആണല്ലേ? ഗ്രേപ്പും 670. ഒന്നിനെത്ര? അപ്പോൾ 120.
120 ആകുമ്പോൾ മറ്റേതുണ്ട് ജ്യൂസ് ആളുണ്ടല്ലേ. എത്തി ഗായ്സ്, എൻ്റെ പൊന്നെ 3 മണി കഴിഞ്ഞു, 3:30 മണി. ലുലുമാളിൻ്റെ അപ്പുറത്ത് ഇത് കൊച്ചി മാരിയോട്ട്. എക്കട ചേസ്തു എവിടെ എൻട്രി ഇവിടെ? കൊച്ചി എത്തി. ഈ ഹാപ്പി ന്യൂ ഇയർ 2024 ഒക്കെ അതാ ലുലുമ ഇങ്ങനെ തിളങ്ങണ്. PVR സിനിമാസ്. അങ്ങനെ യൂസ്പാജിൻ്റെ സ്വന്തം മാരിയോട്ടിലേക്ക്. എവിടെ എൻട്രി? അപ്പുറത്താണ്. അപ്പുറത്താണ്. അല്ല, ഇവിടുത്തെ നിറച്ച ആളുകളന്ന്. മാരിയോട്ട് വി ആർ എൻട്രിങ് ഇൻ ടു മാരിയോട്ട്. കൊച്ചി മാരിയോട്ട്. ഇവിടെ ആൾക്കാരിവിടെ ക്രിസ്മസ്. ആഹാ, ക്രിസ്തുമസ് ട്രീ, ഫുള്ള് ക്രിസ്മസ് തീമാട്ടോ. ആഹാ, ബ്യൂട്ടിഫുൾ. അവസാനം അവിടെ ചെക്ക് ഇൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വഴിയൊക്കെ ഉണ്ടിട്ടോ ഉള്ളു കൂടി. സാധനം കിട്ടി. റാഫിയൊക്കെ ബോൺ പോയി. റാഫിയൊക്കെ പാർട്ടി. ആക്കിഫ്, ഹായ്, ചെന്നൈ. ആക്കിഫാണ് നമുക്കൊന്ന് മൊത്തം ചെക്ക് ഇൻ ചെയ്ത് തന്നില്ല. ഉഷാറാക്കി പൊളിച്ചടിക്കുകയാണ്. മാരിമുത്താണ് ആക്കിഫ്. മാരിമുത്ത് പോട്ടാ. 24ാം നിലയിലേക്ക് ഒന്നും നോക്കിയില്ല. കായ് എറിഞ്ഞ് 2 റൂമാണ് എടുത്ത് അല്ല. പണം പോയി പവർ വരട്ടെന്ന്. ബിസ്മിൻ ചൊല്ലിയാണ് തുറന്നൂടെ. ഞാനിപ്പോൾ നോക്കി കയറിയാൽ മതി. 1 മിനിറ്റ്. പൊളിക്കും. മാരിയോട്ട് എന്തൊക്കെയുള്ളത്? മാരിയോട്ടിൻ്റെ കുപ്പിവെള്ളം, ചായ്, പാൽപ്പൊടി, പഞ്ചസാര. ഇപ്പം തന്നെ ഉള്ളല്ലേ. ഗ്ലാസ് നല്ല രസമുണ്ട് കാണാൻ. എന്തെങ്കിലും ഉണ്ടോ? മറ്റേ കോട്ടില്ലേ നമുക്ക് ഇടാനുള്ള? കോട്ടൊന്നുമില്ലേ? ദസ്തി ഇടാനുള്ള കോട്ടിതാ. പൊളിക്കും. നൈറ്റി കോട്ട്. യോസ്. കട്ട മുത്തിച്ചാ. വ്യൂ എങ്ങനെയുണ്ട്? വ്യൂ പാർട്ടിയല്ലേ നമുക്ക്. ദിസ് ഈസ് ബ്യൂട്ടിഫുൾ കൊച്ചി. എക്സിക്യൂട്ടീവ് ലോഞ്ച് ഇത് ഞങ്ങൾ എക്സ്ട്രാ എടുത്താട്ടാ. ഇതിന് എത്രയായിരുന്നു എക്സിക്യൂട്ടീവ് ലോഞ്ച്? എത്രയാണ്? ഇല്ലോ എക്സ്ട്രാ പേ ചെയ്തില്ല. ഇതയിലുള്ളതാ മാരെ കേട്ടോ. അയ്യോ, ഷെഫ്സപ്പല്ല. ഞാൻ സീസാറില്ല, സിംഗപ്പൂരിൽ നിന്ന് കണ്ടമാനം കുടിച്ച ഒരു സാധനം. ജിഞ്ചറായിലൊക്കെ ഉണ്ടല്ലോ. അതൊരു എന്താ പറയുക, അങ്ങനെ ടേസ്റ്റ് വൈസ് അല്ല, നല്ല സാധനം ഉണ്ട് കേട്ടോ. ഫുഡ് 4:30. ഈ സംഭവം ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. നമ്മളെ എയർപോർട്ട് ലോഞ്ച് പോലെ മാരിയറ്റിനുള്ളിൽ ലോഞ്ചിലാണ്. ശരിക്കും ടോണിക്കാണ് ഈ സാധനം. ടോണിക് വാട്ടർ എഴുതിക്കണം, സോറി, ഷെഫ്സപ്പ്. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒരു ലോഞ്ച് ഫെസിലിറ്റി മാതിരി. ഫുഡ് ഓപ്പൺ ആയിട്ടില്ല. ഫുഡ് എനിക്ക് തോന്നുന്നു 5 o'clock എന്തോ ആവും. 4:35. സംഭവം സൂപ്പർ സംഭവം കേട്ടോ. ഇതിന് നമ്മൾ 1000 എങ്ങാണ്ട് എക്സ്ട്രാ പേ ചെയ്തേ. ട്രാഫിക് കണ്ടോളിട്ടാ. എവിടെ എത്തിക്കണ്? അവിടെ നിന്ന് തുടങ്ങി എൻ്റെ പൊന്നെ, അറ്റമില്ലാത്ത ട്രാഫിക്. ഇവിടെ റോഡ് തന്നെ കാണാതെയാ. അവിടെ തന്നെ ഉണ്ട്, ബാക്കി റോഡ് കാണുന്നില്ല. അതവിടെ ഉണ്ട്. ഇതാക്കണം കണ്ട കോഫി മെഷീൻ. ഇത് കണ്ടിട്ടില്ല. അതുകൊണ്ട് എസ്പ്രസ്സോ ഉണ്ട്. അത് മറ്റേതാണ് എയർ ഇതാക്കാൻ. എസ്പ്രസ്സോ കടിക്കുമോ? ആർക്കും കറക്കാം. ഇതില്ലേ ഇല്ല, ടൈം കൊടുക്കും. അതിലൊന്നുമില്ല. അത് നമുക്ക് ഇത് ചെയ്യാനുള്ളതാണ്. ഇതില്ല, സ്റ്റീം ചെയ്യാനാണ്, പതപ്പിക്കൂല. ഇവിടെ കാപ്പി പൊടിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ലോഞ്ചത്തെ അതേ സെറ്റപ്പിലാണ്. എസ്പ്രസ്സോ, ഇച്ചിരി പാല്, ഞാൻ കുറച്ച് സ്റ്റീം ചെയ്യണം. സ്റ്റീം വെക്കൂലേ? അയ്യോ, ഇനി ഇതെടുക്കുക, എന്നിട്ട് ഇതിലേക്ക് വെക്കുക.
അതിലേക്ക് വെച്ചിട്ട് ഇതൊക്കെ കയറ്റി കൊടുക്കും, കുറച്ച് കയറ്റി വയ്ക്കി. അല്ല ചിലപ്പോൾ ഒന്ന് പതവ് കിട്ടാം കേട്ടെ. സന്തോഷം അയ്യോ പതഞ്ഞില്ല. ഇതാണ് സംഭവം. അയിമ തുടരുത്, നല്ല ചൂടായി കയറാം. ഫുള്ള് ചായമല തുടങ്ങട്ടാ. അത് എക്സ്പ്രസ്സോ, ഇത് ലെറ്റെ. മറ്റൊന്നും ആയിട്ടില്ല, ഫുഡായിട്ടില്ല. നമുക്ക് പോയിട്ട് വരാം. അങ്ങനെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം 4:30 മണി സാധനം ഓപ്പണായി. ഫുഡ് കൗണ്ടർ ഓപ്പൺ. ദൈവ ചിക്കൻ പപ്സ്, ഇതൊക്കെയാണ് മോമോസ് ഐറ്റംസുകൾ. വെജിറ്റബിൾസ് ഇൻ മിനി ബേക്കറി, സ്മോക്ക്ഡ് സാൽമൺ ഇൻ ഫൊക്കാച്ചിയ ബ്രെഡ്. ആഹാ, സാൽമൺ. ചിക്കൻ സാൻഡ്വിച്ച്, നട്ട്സുകളുണ്ട്, ബദാം, പീനട്ട്. ആഹാ, എന്തെല്ലാം സാധനങ്ങളാണ്. ബീട്രൂട്ട് ബന്നാണോ ഒന്നുമില്ല. മേക്ക് യുവർ ഓൺ ബർഗർ ആയിരിക്കും. മേക്ക് യുവർ ഓൺ ബർഗർ. അതിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഫ്രൂട്ട്സ്, ഇതിലിട്ട നെല്ലിക്ക, ബുർത്തുക്കാലൊക്കെ ഉണ്ടല്ലോ, വത്തക്ക, ഷമാമ്. എൻ്റെ മോനെ, മേക്ക് യുവർ ഓൺ ചാട്ടിൻ്റെ സെക്ഷൻ. ചാട്ട് സെറ്റപ്പ് ഇട്ടാ. ചില്ലി പനീർ വിത്ത് 12 സെസമി ഡിസ്റ്റ്. ഗ്രീൻ ചില്ലി തവാ ഫിഷ്. അതാണ് ഗ്രീൻ ചില്ലി തവാ ഫിഷ്. വൈൽഡ് റോഡ്സ് കുക്ക്ഡ് ചിക്കൻ നഗ്ഗറ്റ്സ്. ആരൊക്കെ സാധനങ്ങളാണല്ലോ. ഇവിടെ നിന്ന് കണ്ട് നമ്മളെ റൂമിൽ നിന്നുള്ള അതേ വ്യൂ. കോഫി ഐറ്റംസുകൾ, എന്താ പൂള ചിപ്സ്, പഴം ചിപ്സ്, എന്തൊക്കെയോ ചിപ്സുകളുണ്ട്. ഡിറ്റോക്സ് വാട്ടർ, ഐസ് ടീ, പേസ്ട്രീസ് വാങ്ങി. വൈറ്റ് ചോക്ലേറ്റ് ന്യൂട്ടല്ല മോസ്, ചോക്ലേറ്റ് ടാർട്ടിൻ്റെ ഒക്കെ ഒരു ഭംഗിയൊക്കെയാണ്. ഗ്രാൻഡ് ട്രഫിൾ, ഇഷ്ടം പോലെ സാധനം. പള്ളർച്ച് തിന്നാം. ചിക്കൻ നഗറ്റ്സ്, ഓട്സ് കോട്ട് ചെയ്ത ചിക്കൻ നഗറ്റ്സ്. ഗ്രീൻ ചില്ലി ഫിഷ് പൊളിക്കും. ഇതിലേക്ക് സോസ് കൊടുക്കാം നഗറ്റ്സിലേക്ക്. ഫസ്റ്റ് റൗണ്ട് ഇതിട്ടാ ചിക്കൻ പപ്സ് എടുത്തിക്കണേ, സാൽമണ്ട ഫൊക്കാച്ചി എടുത്തിക്കണേ, നഗറ്റ്സ്, ഫിഷ്, മൊമോസ്, അങ്ങനെ ഇത് പനീർ കൊടുത്തിക്കണം. കൊടുക്കല്ലേ നഗറ്റ്സ് ഒന്നും രക്ഷയില്ല. പൊളി നഗറ്റ്സ്. നോക്കണം ഫിഷ്. ഓ, ലൈറ്റ് മസാല, അടിപൊളി സാധനം മക്കളെ, പൊളി സാധനം ആണ്. ഐസ് ടീ കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. ഐസ് ടീ. ഓ, ഈ സാധനം എപ്പോഴും കുടിച്ച് തീർത്തിട്ടില്ല. എൻ്റെ പൊന്നെ, ടോണിക്കൊന്നും പെട്ടിക്കണത്. ഐസ് ടീ പൊളി സാധനം. ടാർട്ട് തന്നെ ആയിക്കോട്ടെ, കാണാൻ നല്ല ഭംഗിയുണ്ട. ചെറിയ പീസിന് കിട്ടിക്കണം. ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്തെല്ലാം ഒരു ഐക്രോസ് എടുത്തതിന് നമ്മൾ എന്തെല്ലാം കാണണം അല്ലേ. പാർട്ടി തീരാത്തൊരു പാർട്ടിയാണ്. ഇപ്പടുത്തൊന്നും തീരില്ല. കുറച്ച് ഡെസേർട്ട് ആക്കാം. ഒന്ന് കുറച്ചാൽ പോരാ. മധുരം വല്ലാണ്ട് കയറ്റണ്ടല്ലോ. കുടിക്കണ്ട, പീസാണ് മതി. ഒന്നാകെ മധുരമാക്കിയതേ പണി പാടും. ലഘുവായ ഭക്ഷണം ഇനി മുതൽ അതാണ് നമ്മളെ പാത്ത്. ഡിന്നർ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഡയറ്റ് മെൻ്റലി സെറ്റ് ചെയ്തിക്കണ്. ഐസ് ക്യൂബിനൊക്കെ ഇട്ടിരുന്ന് കേട്ടോ, ഫ്രൂട്ട്സൊക്കെ. എന്താ ബർഗർ ഉണ്ടാക്കാൻ പോകണ ആശ. അപ്പോൾ ബന്ന് കീറി എന്തെല്ലാം മിക്സുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സ്, ബീട്രൂട്ടിൻ്റെ ബന്ന് വരുന്നുണ്ട്. കുറച്ച് വല്ലാണ്ട് കൂടുതലൊന്നുണ്ട്. ഈമ സ്പൈസുകളൊന്നുമില്ല. കക്കരി എന്തൊക്കെ ഇട്ടോടെ പൊളിക്കും. താഴത്ത് എല്ലാ സാധനങ്ങളും ഉണ്ട് കൗണ്ടറിൽ. ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുക്കാം. അടുത്ത സെക്ഷൻ മിനി ബർഗറിൽ ചെറുത് സാധാ ഒന്ന്. ഇത് ബീട്രൂട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ബീട്രൂട്ടിനായി കയറാം. പേസ്ട്രീസ് 2 തർബൂസിന് എടുത്തു കേട്ടോ. പത്തക്ക തുടങ്ങാം. ഇത് സൂപ്പറാണല്ലേ, കഴിച്ചോട്ടെ. എൻ്റെ മോനെ പൊളി സാധനം. ഓ, ന്യൂട്ടലിനാണ് തോന്നുന്നുണ്ട്. ന്യൂട്ടല്ല റിച്ചാണ്. ഇതാരാ പ്രേതോ? ചങ്ങായി, നിങ്ങൾ റൂമിക്ക് പോടൂ, എന്നിട്ടാണ് ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ.
ഇവിടെ ഉറങ്ങാൻ നേരത്ത് പറഞ്ഞാല് മുതലാവില്ല. റൂം മുതലാവണമെങ്കിൽ ഇവരാണ്ട് പോണ്ടേ. അല്ല ഇത് സംഭവം എന്താ? ഇതൊക്കെ ഞങ്ങളുടെ കൂട്ടാട്ടാ. ഇതൊക്കെ ഇവിടുക്ക് എടുത്തിടുന്നത്. നല്ല കഥ. ഞങ്ങൾ ലുലു പോവാണ്. ലുലു മാൾ. ഇവിടെ ബഗ്ഗി ഓർഡർ ചെയ്യും. ആ ക്രിസ്മസ് ലൈറ്റ് നോക്കിയേ, അടിപൊളി. ആകാശത്ത് ഹാങ് ചെയ്തിട്ട മാതിരി പൊളിച്ചിട്ടാ, രക്ഷയില്ല. മാരക ക്രിസ്മസ് വൈബാട്ടോ എല്ലായിടത്തും. ബഗ്ഗി വந்தாച്ച് നമ്മൾ ലുലു മാളിലേക്ക് ബഗ്ഗിയിലുണ്ട്. ചോദിക്കട്ടോ പോലെ ആരെ ഫുഡ്? ബഗ്ഗി ഞങ്ങൾ ബാക്കിലാ. യെസ് വാ. ഇരുട്ടായിട്ടാ. സ്കൂളിങ്ങളൊന്നും വെക്കണ്ട, ഇരുട്ടായിക്കണ്. വലിയ കാര്യമൊന്നുമില്ല. ഇതാ ലുലു മാളിലേക്ക് നമ്മൾ മന്ദം ബഗ്ഗി ആയതുകൊണ്ട് വല്ലേ പോവുള്ളൂ കേട്ടാ. പോക്കെ കണ്ട വലിയ സ്പീഡാന്ന് വിചാരിച്ചു. ഇരുട്ടായി. മച്ച് ഡാർക്ക്. നിറച്ച് ജനകാരം ലുലുവിൻ്റെ ഉള്ളിൽ. ഓ ലുലു മാളിൻ്റെ സെറ്റപ്പ് കണ്ടോളി. എൻ്റെ മോനെ രക്ഷിത തീമ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോളി വൈബ്. റീബോക്കിലാട്ടോ, റീബോക്ക് നല്ല ഓഫർ ഉണ്ടല്ലോ. 2000 രൂപ. ലുലു മാളിൻ്റെ ഫുഡ് കോർട്ടിലൂടെ തേരാപാര നടക്കുകയാണ്. തലപ്പാക്കട്ടണ്ടായി ഇത്ര കെട്ടിയാൽ മതി ഇപ്പോൾ തൽക്കാലം. ഞങ്ങൾ യാദൃശ്ചികമായിട്ട് അൽബൈക്കിൻ്റെ മൊയിലാളിനെ കണ്ടിരുന്നു ഇവിടെ. അപ്പോൾ കടയിലേക്കൊന്ന് വരാൻ പറഞ്ഞു. കട കണ്ടില്ല, അതവിടെ അൽബൈക്ക് ഇതാ വരുന്നു അവിടെ. അനീഫക്ക് ഒരേ നിർബന്ധം, ദിണ്ടിഗൽ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണം അല്ലേ? ലെജൻഡറി ബിരിയാണി കഴിക്കാതെ പോകൂലെന്ന് ഒരേ വാശി. എത്ര ബില്ല്? 260. ഒരാൾ 313. ദിസ് ഈസ് ദ മുതലാളി ഓഫ് അൽബൈക്ക്, വാഹിദ് അൽബൈക്ക്. അൽബൈക്കിൻ്റെ ഓൺ ഔട്ട്ലെറ്റാണ് ലുലു മാളിൽ. ഉള്ളിലാ സാധനം ഇവിടെ. എന്താ സീറ്റ് പിടിച്ചാ? ഓ ഇത് ഇങ്ങനെയാണ് ഓർഡർ കണ്ട. ഓ നല്ല സ്മെല്ലടിക്കണ്ടല്ലോ. ഇനി ബ്രോസ്റ്റ് വന്നിട്ടല്ലേ തിന്നുള്ളൂ. വെയിറ്റ് ചെയ്യേ അവരവിടെ ഇരിക്കേണ്ടി വരും. ആ പിന്നെ കയ്യെ കണ്ടിടോ. ആ ഞാൻ അതിച്ച് വരാം. അപ്പോൾ കഴിക്കുക മറ്റേ വരണ്ട. കയ്യെ കിടങ്ങി ആണ്ട് പോണം. അതാ പ്രശ്നം. അതല്ല ഇനി ഇത് കഴിക്കും പിന്നെ കയ്യെ കണ്ടേ. നിങ്ങൾക്ക് വാരി തരുമോ? നല്ല സ്മെല്ലുണ്ട് അല്ലേ? മാരക സ്മെല്ലാ. എനിക്ക് വായിൽ എനിക്ക് വേറെ പ്രശ്നം. എനിക്ക് ആ വൈകുന്നേരം കോഫി അടിച്ചപ്പോൾ ഒന്ന് പൊള്ളിക്കണം ചെറുതായിട്ട്. നാവ് നല്ല തരിപ്പാ. ആ ചിക്കൻ പിച്ച് കാണി എന്താ പാടോക്കട്ടെ. എനിക്ക് എന്നും മെസ്സേജ് വരും. മീറ്റ് എടുക്കി ലുലു വരുമ്പോ എന്നും മെസ്സേജ് വരും. അങ്ങനെ ഈ തലപ്പാക്കെട്ടിന് എനിക്കറിയില്ല. മണമെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ സ്മെല്ല് കേട്ടോ. ബിരിയാണിന്റെ ഭയങ്കര സ്മെല്ല് കുത്തുന്നിങ്ങനെ. ഞാൻ കഴിച്ചിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈം ആണത് സ്മെല്ല്. അത് ചെസ്റ്റ് പീസ് തന്നെ ആകെ ഡ്രൈ ആയിക്കണം. എനിക്ക് റൈസ് ഇഷ്ടമായിട്ടാ. ഇല്ല ഇല്ല പിന്നെ സ്മെല്ലുകൊണ്ടാന്ന് അറിയില്ല. ആ ഇഷ്ടമായി. അതില്ല സ്മെല്ലുകൊണ്ട് എനിക്കറിയില്ല. നമ്മളെ ബിരിയാണിയിൽ കമ്പയർ ചെയ്യരുത്. ഇത് റൈസ് ബിരിയാണി നമ്മളെ തേങ്ങാച്ചോറില്ലേ അതിന് സ്പൈസ് ഇട്ടേ പോലെ. ഇവരെ ബിരിയാണി ഇങ്ങനത്തെ കറി കൂട്ടി കഴിക്കലല്ലേ. നല്ല കറിയൊക്കെ തന്നിക്കണ്. മീറ്റ് നല്ല പിക്കിള്. കുഴപ്പമില്ലാത്തൊരു ബിരിയാണി തന്നെ കേട്ടോ. തമിഴ്നാട് ബിരിയാണി വെച്ച് നോക്കണില്ലേ തെറ്റൊന്നുമില്ല. നാല് കോഴിമുട്ട പ്രോട്ടീൻ ഉണ്ട് കേട്ടോ. പ്രോട്ടീൻ അതെ. ബ്രോസ്റ്റ് വരാണ്ട് ഇനി ബ്രോസ്റ്റ് അൽബേക്കിൻ്റെ ബ്രോസ്റ്റ് ഓർഡർ ചെയ്തിരിക്കുകയാണ് കുട്ടികളെ. അങ്ങനെ അൽബേക്കും ആ ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ആ സാധു പെരും പെട്ടലായിരുന്നു അൽബേക്ക്. ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോൾ ഇതിന് ദ്രോഹി ഒരു സാധനം പോലും വെച്ചില്ല. ഫുൾ ഗെറ്റ് ഔട്ട് ഹൗസ്. ഇത് നഗ്ഗറ്റ്സ് ആണോ? നഗ്ഗറ്റ്സ് സ്പൈസി ബ്രോസ്റ്റ് കേട്ടോ. നഗ്ഗറ്റ്സ് എന്ന് പറയാം ഫില്ലറ്റ് എന്നൊക്കെ പറഞ്ഞത്. നഗ്ഗറ്റ്സ് തന്നെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പുതിയ ഐറ്റാന്നാ പറഞ്ഞത്. നഗ്ഗറ്റ്സ് അല്ല സോഫ്റ്റാ ആക്കട്ടാ.
സ്പൈസി ഉണ്ടത് ഉണ്ടാ ഓയ് ചാടി ഓ ലെഗ് പീസ് ഇറങ്ങാൻ പോണ് ഗൈസ്. ഭയങ്കര തിരക്കാട്ടാ. നമുക്ക് സ്വിമ്മിംഗ് പൂളിൽ ചാടുന്ന ഒരാഗ്രഹം അല്ല. നേരം വൈകാൻ നടക്കൂല. ബൈ 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 ലുലു മാൾ. ഓ മാരക ലൈറ്റിംഗ് ആട്ടാ. മാള് മൊത്തം ചറപറ ലൈറ്റിങ്. ഓ അവിടെയൊക്കെ നോക്കി ഞങ്ങൾ ഒരു രക്ഷയില്ല. സമ്മതിക്കണോ. ക്രിസ്മസ് ട്രീ ഇതാ പൊളിച്ച് മാൻ പൊളിച്ച്. ലുലു ക്രിസ്മസ് ഒരു സംഭവം ആക്കിക്കണം. ഓ അത് കാണുന്നു മാരിയോട്ട്. രാത്രി കാണുന്നത് ഭംഗിയല്ലേ. റെഡും ബ്ലൂ ഒക്കെ ആയിട്ട് പൊലിപ്പിച്ചിക്കണ്. ഇവിടെ നോക്കിയാൽ ക്രിസ്മസ് തീമില്ല. ഇത് രസമായിട്ട് ചെയ്തിക്കണ്. പൊളി. പുളി ഇറങ്ങുമോ രാത്രി ആട്ടാ. ഡേഞ്ചർ മാമ. മച്ചി സ്വിമ്മിംഗ് പൂളിക്കാ പോണത്. സ്വിമ്മിംഗ് പൂൾ ഓക്കെ. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാം. ഇതിട്ട് ജിമ്മ് കയറ്റില്ല. ചെരുപ്പ് മാറ്റണം. ഷൂ ആണോ? ഷൂ മസ്റ്റാ. ഒരിക്കലും ഞാൻ ഇവിടെ പൂള് പിന്നെ കിട്ടൂല. പൂൾക്ക് പോവാ. സ്വിമ്മിംഗ് പൂൾ കുട്ടികളാ പഠിച്ചവനെ പണി പാളിയാ. എന്നാ മൂഞ്ചിട്ടാ. ഇല്ല 10 PM ഉണ്ടല്ലേ. കമോൺ. ഇരുട്ടാണ്. കുട്ടികളെ എന്താവുന്നൊരു ഐഡിയ ഇല്ല. ഓ മൈ ഗോഡ് കണ്ണ് കാണുന്നില്ല. ഇതാണ്. ഓ മൈ ഗോഡ് ബോഡി ബിൽഡർ ദിസ് ഗായ്. ചാടാൻ മാത്രമൊക്കെ ഉണ്ട്. ആയണ്ടാ എവിടെ ചാടാ. കമോൺ ബൈ യു ക്യാൻ ഡു ഇറ്റ്. ആളെ തരുന്നുണ്ട്. ഓക്കെ അല്ല. ആള് വള്ളത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇനി കുപ്പായ ഊരുന്നത്. ഈ ജാതി പൊട്ടന്മാർ നിങ്ങളെ നാട്ടിലുണ്ടോ? വെളിച്ചത്തേക്ക് വരും ഉണ്ണി. കാണുന്നില്ല. ഐറ്റംസ് ഉണ്ടാ. സമയം രാത്രി 9 മണിട്ടോ. 10 മണി വരെ നമുക്ക് പൂള് യൂസ് ചെയ്യാം. ഞാൻ രാത്രി ഇറങ്ങാൻ പറ്റില്ലെന്ന് വിചാരിച്ച്. ചാടി. സ്ലിം ബോഡി ഇട്ട് ചാടിന്ന്. ആ ഒരു ചാട്ടത്തിന് വേണ്ടി ആയിരങ്ങൾ കൊതിക്കുകയാണ്. എത്തത് മമ്മൂട്ടിൻ്റെ കാര്യം നടക്കണ്. ഡിന്നറാണ്. നേരെ ഡിന്നറാണ് ഇത്. അർത്ഥത്തൊന്നും പോരുന്ന ചേട്ടാ. കളി ജങ്ക ഡിന്നർ അടിക്കാൻ പോവുകയാണ്. ലേശം ബിരിയാണി, ബീഫ് സാലഡ്, ഒരു കഷ്ണം സോസോ. ഒരാൾ നല്ല ഉറങ്ങിപ്പോയി. ഇതെന്തൊക്കെ ചിക്കനല്ലേ. പേരൊക്കെ ഇത് സമയം കഴിഞ്ഞുണ്ടോ. 11 മണി. എല്ലാത്തിനും പേര് ഒഴിവാക്കിച്ചിട്ടുണ്ട്. ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ പോകയും ഡെസേർട്ടുകളും കഴിഞ്ഞു. അങ്ങനെ നൈറ്റ് ഡ്രൈവിന് പോകട്ടാ. രാത്രി 11:30 മണിയായി. കൊച്ചി നൈറ്റ് ഡ്രൈവ്. റൈസ് ഹൈക്രോസ് രാത്രി കാണാൻ ഭയങ്കര രസമാണല്ലോ. ലൈറ്റൊക്കെ ഇട്ട് കുട്ടപ്പനയക്കണ്. അപ്പം നൈറ്റ് ഡ്രൈവ് അൺലോക്ക് മടങ്ങേ. കൊച്ചിയിലെ നൈറ്റ് ഡ്രൈവ് നോക്കാം ഇങ്ങനെ ഉണ്ടാവുന്നത്. അങ്ങനെ നൈറ്റ് വൈബ് കഴിഞ്ഞൊരു നാക്കില്ല. ഫുഡ് അടിക്കാനും സ്ഥലമില്ല. നമ്മൾ അത്യാവശ്യം അവിടെ നിന്ന് തന്നെ മേരിയോട്ടിൽ തന്നെ ഡിന്നർ അടിച്ചോണ്ടേ. അപ്പോൾ ഇനി വീട്ടിൽ പോവാ. കിടന്നുറങ്ങുക അല്ലേ. നമ്മളെ ആലുവ കമ്പനിപ്പടിയിലുള്ള നോഷ് ഹൗസ്. ഞാൻ എപ്പോൾ വന്നാലും സമയം എത്രയായി? 12:30. നോഷ് ഹൗസ് കേട്ടോ. നോഷ് ഹൗസ് നമ്മളൊരു ഫേവറേറ്റ് കഫേയാണ്. അതായത് പീനട്ട് ബട്ടർ ഷേക്ക് എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇവർ കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരണം. എപ്പോൾ വരികയാണെങ്കിലും നമുക്കൊരു ആൾമോസ്റ്റ് 24 hours. രാത്രി ലോങ് ഡ്രൈവ് ഒക്കെ ആണെങ്കിൽ നാട്ടിൽ പോകുന്നവർക്ക് ജസ്റ്റ് കപ്പിച്ചീനോ അതൊക്കെ അടിച്ച് പോകാൻ പറ്റിയൊരു സ്ഥലം. പീനട്ട് ബട്ടർ ഷേക്ക് തിന്നാൻ വന്നിട്ട് ഒരാൾ ഇങ്ങനെയൊക്കെ മനുഷ്യന്മാരുണ്ടാവൂലെ. എത്ര പോലെ കഥ. കൂളായിട്ടിരുന്ന് ഉറങ്ങണമൊക്കെ. പീനട്ട് വരൂട്ടാ. പോയി എവിടെ അങ്ങനെ സാധനം വന്നാച്ച്
ഞാൻ എല്ലാ കൊച്ചി വരവിലും മുടങ്ങാതെ എടുക്കുന്ന സാധനം കേട്ടോ. നോഷ് കഫേയിലെ പീനട്ട് ബട്ടർ ഷേക്ക് മസ്റ്റ് ട്രൈ ആണ്. വില ഉണ്ട്, 300 റുപ്യ റേറ്റ് ഉണ്ടോന്നു. അടിച്ച് ബിസ്മി ചൊല്ലി അടിച്ച്. ഇങ്ങനത്തെ ഒരു സാധനങ്ങൾ നാട്ടിലെവിടെയും കഴിച്ചിക്കണം. പീനട്ട് ബട്ടർ ഷേക്ക് എന്താ പാട്? ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ മതിട്ടാണ്. പീനട്ട് ബട്ടർ കുഴപ്പമില്ല. 300 രൂപ ചോക്ലേറ്റ് പീനട്ട് ബട്ടർ. അങ്ങനെ നോസിൽ നിന്ന് ഇറങ്ങുന്ന സമയം 1 മണി പുലർച്ചെ. ഇനി പോവുക, കിടക്കുക, രാവിലെ എണീറ്റ് എക്സസൈസ്. അപ്പോൾ ഇന്നത്തെ പരിപാടി സുലാൻ ബൈ ബൈ ഗുഡ് നൈറ്റ്. രാവിലെ 6:30 മണി, സകലമാന ആൾക്കാർ കിടക്കുകയാണ്. ഞങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ആസാനും ശിശിരം ഞങ്ങൾ 2 ആളും കൂടി പോകട്ടാ. എന്താ പൂൾ ബാറോ? എങ്കടാ ജിമ്മ്. വാ, ജിമ്മ് ബ്യൂട്ടിഫുൾ. ഞാൻ കുറേ മുന്നേ വന്നിട്ടുണ്ട് ഇവിടെ. വെയിറ്റ് നോക്കണം. കറക്റ്റ് അടി 20 20 അടി. ഇറ്റ്സ് ഗുഡ്. 2 3 4 5. Yes, come on. Miller release it. It's good. All the way up. Good. Good. Come on. Yes. Super. Good. 20 അടി. Come on. 20 അടിടാ. കമോൺ അടി. ഇത് കഴിഞ്ഞിട്ട് ഫുഡ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടി കമോൺ. ഫുഡ് അടി അടി വേഗം അടി വേഗം അടി. സൂപ്പർ സെറ്റ് അടിക്കും. യെസ് യെസ് 1. ഓൾ ദ വേ അപ്പ്. യെസ് സ്ക്യൂസ് ചെയ്ത് ബാക്ക്. യെസ് ഗുഡ്. ഒന്നുകൂടി മേലെ കൊണ്ടുപോയി കൈ. 12. ഗുഡ്. ബെല്ല സിയാവോ. സ്വിമ്മിങ് ഉണ്ടാവും, അതുകൊണ്ട് ഇത് ഇത്ര മതി. വെയിറ്റ് ഒന്ന് നോക്കാം നമുക്ക്. സൂപ്പർ 109.3. ഇന്നലെ അൽബൈക്കുന്ന് ബാക്കി പാർസൽ കൊടുത്തിരുന്നു. ഒരു മനുഷ്യൻ പിന്നെ രാത്രിയൊക്കെ ഉറങ്ങിയിരിക്കണം. ചിക്കൻ ലെഗ് പീസ് ഇതാ എന്താ പാടണോ. സ്പൈസി ഇതാ സ്പൈസി. ക്രഞ്ചിനെസ് ഒക്കെ പോയിക്കണം. ടൊവീനുണ്ടായിരുന്നു ജിമ്മിൽ, പക്ഷെ നമ്മൾ ഓരോ പ്രൈവസി കയറി ഇടപെടാൻ പാടില്ലല്ലോ വെച്ചിട്ട് വീഡിയോ എടുത്തില്ല. സംസാരിച്ചു. പിന്നെ ഒരു ബോക്സിങ് ചെയ്യണ നേരത്തെ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കട്ടെ എന്ന് അവരെ ട്രെയിനർ എടുത്ത് ചോദിച്ചപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞു. സോ നിങ്ങളുടെ മുന്നിൽ ടൊവിനോയെ കാണിക്കാൻ പറ്റിയില്ല ഗോയ്സ്. തൽക്കാലം ചിക്കൻ കണ്ടോളി. നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് ഇതാണ്. റാഫി ഭായി, ഈ റൂമിന് എത്ര നോർമൽ ചാർജ്? 12,000. സീസൺ ആയതുകൊണ്ട് ഇന്ന് 20 ഉണ്ടല്ലോ. മറ്റേ സാധാരണ 12 to 13 പെർ റൂം കേട്ടോ. അപ്പോൾ ഇന്ന് സീസൺ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് റേറ്റ് ജാസ്തി, ரொம்ப ജാസ്തി. നമ്മൾ ജിം അയച്ച് വരി, എന്നിട്ട് ഫുഡ് അടി. ഓക്കെ തുടങ്ങാം. അംഗം ബ്രേക്ക്ഫാസ്റ്റ് ഒരുപാട് സാധനം ഉണ്ടല്ലോ ഭായി. എന്തിനും തുടങ്ങുക. കൺഫ്യൂസ്ഡ്. ഇവിടെ വട ഈ ഐറ്റംസ് കഴിക്കാൻ അധികം ഉണ്ടാവില്ല. എന്തെടുക്കും? പുട്ടുണ്ട്. എത്തെങ്ങായി പുട്ടന്നെ എപ്പോഴും വെറൈറ്റി കഴിക്കണ്ടേ. പുട്ടും പഴണ്ട. ഷോലെ ഭട്ടൂര കഴിഞ്ഞ് മട്ടർ ആലു പൊട്ടാറ്റോൻ്റെ കറി. സാബൂദന കിച്ചടി. സാബൂദന മറ്റേതല്ല നമ്മളെ എന്തേലും പറയല് ആ സാധനം നമ്മൾ പായസം ഉണ്ടാക്കൂലേ, ഇതാണ് പോഹ. സാബൂദന എന്തൊരു മലയാളത്തിൽ പേരുണ്ടല്ലോ. സാബൂനരി അതന്നെ. സാബൂനരി മുട്ടേ മാസം വൻകിട പ്രോട്ടീൻ. ഒന്ന് ഹെൽത്തി കേട്ടാ. ഒരു വട, അതിലേക്ക് മിൻറ്റ് ചട്നി ഉണ്ട്, ഗൺ പൗഡർ, സാദാ ചട്നി. ഇത് പീനട്ട് ചട്നി. ഞാൻ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നുണ്ട്. പീനട്ട് ചട്നി, ബോയിൽഡ് എഗ്, ബനാന, പുട്ട്, കടലക്കറി, ബീഫ് കറി, നൂലപ്പം. ഫസ്റ്റ് റൗണ്ടാണ്. നിങ്ങളതോ? കോഫി ആണെങ്കിൽ എടുക്കാം. ടീ വിത്ത് ഷുഗർ, ബോയിൽഡ് എഗ്സ്. ഫിൽറ്റർ കോഫിയാ?
പൊളിക്കൂട്ടാ. രാവിലത്തെ ഓരോ ശീലങ്ങളാ. നല്ല നല്ല ഫുഡാട്ടാ, ഒന്നും പറയാനില്ല. മാരക ഫുഡ്. അങ്ങനെ ഫുഡും ഹൈക്രോസ് പാർട്ടിയുടെ 3ാം ഭാഗമായി. കഴിഞ്ഞു കുട്ടിയെ നമ്മളെ രജിസ്ട്രേഷൻ കണ്ടില്ലല്ലോ. വണ്ടി വിൽക്കാനായി. അയാത്തിനും കൂടെ ഉണ്ട്. ഇനി അയാത്തും കൂടി ഉണ്ട്. സ്ക്രാമ്പിൾഡ് എഗ് പൊട്ടാറ്റോ വെഡ്ജസ് അല്ലേ. സാൾട്ട് ഇട്ടുക്കണം. പ്ലെയിനാണ്, സാൾട്ട് ചോദിക്കേണ്ടി വരും. പഴം പൊയ്ങ്ങിയത്. സ്ക്രാമ്പിൾഡ് എഗ് ഉപ്പൊന്നുമില്ലല്ലോ, എങ്ങനെ കഴിക്കണത്? ജ്യൂസ് എന്തെടുത്തിക്കണം അവിടെ? ABC. പിന്നെന്താ നട്സിലാ, നട്സും ഉണ്ട്. ABC ആപ്പിൾ, ബീറ്റ്റൂട്ട്, ക്യാരറ്റ് എന്നൊക്കെ ഉണ്ടോ? ആ ബീറ്റ്റൂട്ടിൻ്റെ കുത്തല് രസം കിട്ടാം. നമ്മളെ ഫേവറേറ്റ് അമേരിക്കൻ സെക്ഷൻ. കോൺഫ്ലേക്സ്, വീറ്റ് ഫ്ലേക്സ്, ഫ്രൂട്ട് ലൂപ്സ്, ചോക്കോസ്, രാഗിൻ്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഇതാ നട്സ്, ഇതാ മസ്ക് മെലോ, ഇതല്ല പംകിൻ സീഡ്, ഇതാ പീനട്ട്, ആൽമണ്ട്, എല്ലാ സാധനമുണ്ട്. അത്തിപ്പഴം. ഇതാണ് ജ്യൂസുകളുടെ സെക്ഷൻ. ഫ്രൂട്ട്സുകളുടെ സെക്ഷൻ. ഗ്രീൻ ആപ്പിൾ, വത്തക്ക, പൈനാപ്പിൾ, ഷമാമ്, മോനെ അത് ഫുള്ള് മറ്റേ കൊസോങ് ഡോനട്ട് ബേക്കറി ഐറ്റംസ് ആണ് കേട്ടോ. ഇഷ്ടം പോലെ ഐറ്റംസ്. ഡാനിഷ്, ഡോനട്ട്, പിന്നെ മറ്റേ കേക്കുകളുണ്ടാവും. ബനാന ടീ കേക്ക്, ബനാന കേക്കൊക്കെ. ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. ആൽമണ്ട് ഇട്ടില്ല, ബദം വേണ്ട, ആൽമണ്ട്. ഹണി വേണ്ട, കാടമം ഹണി ആക്കാമല്ലോ. ലേശം പൊടിക്ക്. വാവ്. മിൽക്ക് വേണം, മിൽക്ക് 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 മിൽക്കില്ല. പൊളി 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 പൊളി. പോരാ, മസാല അല്ലല്ലോ ഇതല്ല, ഗീ റോസ്റ്റാണ്. എന്താണ് ഇപ്പോൾ ഓർഡർ ചെയ്ത ഡിഷിൻ്റെ പേര് പോലും അറിയില്ലെങ്കിൽ ഗീ റോസ്റ്റുമ്പോൾ മസാല ദോശയാണ്. എനിക്ക് വേണ്ട, ഗ്യാസാണ്. രാവിലെ തന്നെ ഉയർന്നു വേണ്ട. ഇതൊരു ബത്തക്കാണ്. ഫേവറേറ്റ് ഫ്രൂട്ടാണ് ബത്തക്കയും പൈനാപ്പിളും. എന്താണ് ബഡ്ഡി, എത്ര നേരമായി വെയിറ്റ് ചെയ്യണ് ഒന്ന് ഫുഡ് കഴിക്കാൻ? ആ നിൻ്റെ സാധനത്തില്ല. പോസ്റ്റ് ഡെക്ക്. താങ്ക് യു, താങ്ക്സ് ലോട്ട്. കഴിച്ചിട്ടില്ല പോസ്റ്റ് ഡെക്ക്? നല്ല രസമാണ്. നല്ല വാട്ടർ ഹീറ്റ് ചെയ്ത് നല്ലോണം സ്റ്റിർ ചെയ്ത് വിനാഗിരി ഒഴിച്ചിട്ടാണ് ഇത് ഉണ്ടാകുക. ഞാൻ അതിൻ്റെ വീഡിയോ പണ്ട് ചെയ്തിട്ടുണ്ട്. ചിൽബിർ എന്നാണ് അതിൻ്റെ പേര്. അത് ചിൽബിർ, CILBIR എന്നാണ് എഴുതുക. ടർക്കിഷിൻ്റെ ഒരു ടർക്കിഷ് ഡിഷാണ്. ഒരു മാരക ഡിഷാണ്. അതിൽ യോഗേർട്ടൊക്കെ യൂസ് ചെയ്യും. പൊളി സാധനമാണ് കുട്ടികളെ. ഓ ആ സാൾട്ടോടെ സാൾട്ട് സീസൺ ചെയ്തിട്ടില്ല. സാൾട്ട് സീസൺ ചെയ്യാൻ പറഞ്ഞിരുന്നു. ഞാൻ മൊത്തത്തിലൊന്ന് സീസൺ ചെയ്ത്. ഇതാണ് സാധനം. അയവാ പോച്ചിട കിട്ടാ, പേര് മറക്കട്ട. സാധനം രക്ഷിച്ചേട്ടാ, മാരക ടേസ്റ്റ്. എപ്പോൾ പോയാലും എല്ലായിടത്തും മിക്സ് ചെയ്യണ സാധനം. ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മിക്സിങ്ങിന്. എന്തത്? പാലല്ലല്ലേ? ഞാൻ പാല വിചാരിച്ച്. വിത്തൗട്ട് ഷുഗർ ആണെങ്കിലും വിത്തൗട്ട് അല്ലെങ്കിലും എന്താ കഥ പറ്റേ. നമ്മളെ ഷെഫ് ഇട്ടാ, കൊൽക്കത്തക്കാരൻ. നെയിം ബിജിൻ. ഓക്കെ, എനിവേ നൈസ് ടു മീറ്റ് യു. താങ്ക്സ് എ ലോട്ട്. ദി ഡിഷസ് ആർ awesome. താങ്ക്സ് എ ലോട്ട് ബ്രോ. മലയാളി ചെറിയ ഉണ്ടില്ലേ, ഭയങ്കര ഹെൽത്തി കോൺഷ്യസ്. ഓട്സിൻ്റെ കുക്കീസ് തോന്നുന്നുണ്ട്. അടിപൊളി സാധനം, നല്ല ടേസ്റ്റ്. ഓ പിസ്ത വെച്ച കേക്ക്. മോനെ സാധനം കിട്ടി. പാൻ കേക്ക്. എന്താണ്? ബ്രൗൺ ബ്രെഡും അതിൻ്റെ ഡാ ഈ ചങ്ങായി എന്ത് നല്ല ഡയറ്റാ അറിയാം. ഡയറ്റാ സ്ക്രാമ്പിൾഡ് എഗ്ഗും ABC ആയിക്കോട്ടെ. ABC ആണ് ഇത്. പാൻ കേക്ക് കേട്ടോ. ഞാൻ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നു രാവിലെ. ഈ പാൻ കേക്ക് എല്ലാവർക്കും വീതിച്ച് കട്ട് ചെയ്തു കേട്ടോ. പോരാ, ഞാക്കില്ല, പോരാ, പാൻ കേക്ക് പോരാ. മുഞ്ചി ഈ വാഫിൾ ഇത് ചോക്കോ ചിപ്പും ഡ്രസ്സിങ് എന്താ ഹണിയാണോ? അല്ല, മറ്റേ സോസാണുള്ളത്. എന്ത് സോസാ? കിട്ടില്ല. ആ ചെക്ക എന്നെ നോക്കുന്നില്ല. നിങ്ങൾ പെണ്ണുങ്ങളുടെ ഇടയിൽ പോയിരുന്നില്ല. മുജിക്കണ മൊത്തൊരു എക്സ്പ്രഷൻ കൊണ്ട് വരുന്നില്ല. പോയി പെണ്ണുങ്ങളെ വന്നു. എവിടുന്ന്? ആ അങ്ങനെയല്ല. So actually
Actually, this called egg ghotala. So egg ghotala. Egg ghotala. Yes, it's egg ghotala. So there is 5 varieties of omelette is there. 5 varieties. 5 varieties of omelette, like poached egg, like sunny side up, like scrambled egg, like normal omelette. With cheese, this one? Yes, with cheese and grated boiled egg. Boiled egg. So it's called egg ghotala, and inside the sauce is like chicken sausage with some tomato gravy with onion, garlic, tomato, everything is there. So basically Kolkata dish or no? Not it's North Indian dish. North Indian dish. So we fusion it like cheese and all the good stuff. Thank you. Thanks a lot. Just enjoy. I Okay. hope you like it. Okay, thank you. ഷെഫിൻ്റെ വക സ്പെഷ്യൽ എഗ് ഘൊട്ടാല, ചീസ് പുൾ, സോസേജ് ഐറ്റംസുകളും കേട്ടോ. കാഫയൊക്കെ പൊയിഞ്ഞൊക്കെ വാങ്ങിക്കണം കേട്ടോ. വെയ്യ നീ കഴിക്കാൻ വയ്യ. ഷെഫ് സ്പെഷ്യൽ നമ്മൾ പാർസൽ ചെയ്തു. കഴിക്കാൻ വയ്യ, ഒന്ന് റെസ്റ്റ് എടുക്കട്ടെ. സ്വിമ്മിംഗ് പൂൾ എന്താ പാട് നോക്കണം. അഫ്ല 85 പറഞ്ഞു. ഇവന്റെ മനസ്സിലോ റേറ്റ് എനിക്കറിയില്ല. എന്നാൽ ഞാൻ നടുവിൽ വെച്ചൊരു കച്ചവടമാണ്. ഇതിന് ഐഫോണ്, ചാർജർ, പെട്ടി ചാർജർ, എല്ലാ സാധനങ്ങളും ഉണ്ട്. 14 Pro Max 40 Pro Max കച്ചവടം. 4 മാസം ഉപയോഗിച്ചിട്ടുള്ളല്ലോ. 4 മാസം ഒരു 80,000 റുപ്യക്കാണ് കച്ചവടമാക്കിക്കണം. നാട് കൊടുത്താണ്, നാളെ കൊടുത്താണ്. 80,000 റുപ്യക്ക് ഭയങ്കര കായകൾ ഉണ്ടാക്കണേ. കാര്യ 15 എടുത്തോ, ആ കച്ചവടം ആയിക്കണട്ടാ. സ്വിമ്മിംഗ് പൂളിലേക്ക്. സ്വിമ്മിംഗ് പൂൾ യാള ജൽദി, സമയം വളരെ വിലപ്പെട്ടതാണ്. ചാടുവാനായി തയ്യാറെടുത്തുകൊണ്ട് മിസ്റ്റർ അഫ്ല അടുവണ്ണി. ഞാൻ വരും. வந்தாச்சா அந்த கேனை எங்க கேனா? அவன்டா அந்த ട്രെയിനർ അനീഫ. എന്ത് റെസ്റ്റ്. ഇറങ്ങണം, ഞാൻ എത്ര ഇറങ്ങാം. വെരി 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 അല്ലേ നിന്നോട് വാട്ട് ബ്യൂട്ടി. നല്ല രസമുണ്ടല്ലേ. വൈറ്റമിൻ ഡി, നല്ല വെയിലും ഉണ്ട്. എൻ്റെ ഇടയിൽ ഇങ്ങനെ മജ കുളി, ചെറിയ ചൂടും ചെറിയ തണുപ്പും. നമ്മൾ എക്സസൈസ് ചെയ്യണോ? അതിന് മാത്രം ഹെവി ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചിക്കണേ. വർക്കൗട്ടിൽ അതൊരു പരിപാടിയില്ല. എന്ത് പറയുന്നു മിസ്റ്റർ പെരേര? ടൊവീനോ സ്റ്റീം ബാത്ത്. എന്ത് രസമല്ലേ രാവിലെ ഇങ്ങനെ. എത്ര? 36 മതിയോ? ഇന്നത്തെ പവർ ഉണ്ടായിക്കോട്ടെ. പൊളിച്ച് റൂമൂടെ കളിയാ. ഈ പുകച്ച് പുറത്ത് അടിക്കലാണ്. സോറി ഗൈസ്, ചെക്കൗട്ടിന് സമയമായി തുടങ്ങി. ഞങ്ങൾ ഇന്നലെ ലുലുവിൽ ചെരുപ്പ് കണ്ടുവച്ചിരുന്നു, അപ്പോൾ അത് പോയി എടുക്കണം. ബഗ്ഗി വെയിറ്റ് ചെയ്താൽ സമയമില്ല. ഇന്നലത്തെ അവിടെയുള്ള ലക്ഷറി വണ്ടികൾ, ഔഡി, മിനി കൂപ്പറൊക്കെ നമ്പർ പൊളിച്ച നമ്പർ കേട്ടോ. അവിടെ 2 ഉണ്ടായിരുന്നു, ഒക്കെ പോയി. ഇതാ കിടക്കണ നരി സാധനം 9999 ഡിഫൻഡർ. അങ്ങനെ റീബോക്ക് കൊച്ചി എടുത്തു ഗൈസ്. ഇന്നലെ രാത്രി വന്ന് നോക്കി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നലെ പേഴ്സ് എടുക്കാൻ മറന്നുകൊണ്ട് ഒന്ന് വന്ന് വാങ്ങി. ഒന്ന് ജസ്റ്റ് ലുലു കയറുക, പോവാം. ഓക്കെ. എൻ്റെ പൊന്നെ, ലുലു മാളിലൊരു രക്ഷയില്ലാത്ത ക്യൂ ആണ്. എല്ലാ കൗണ്ടറും നിറഞ്ഞു. ഡ്രോപ്പ് ചെയ്തിട്ടോ, സാധനങ്ങൾ വാങ്ങണില്ല. ബഗ്ഗി വந்தாച്ചേ, ബഗ്ഗി 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 ബഗ്ഗി. വാ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ബഗ്ഗിയിൽ പോവുകയാണ്. ബഗ്ഗി നോക്കി നമ്മൾ ബഗ്ഗിയിൽ ഇങ്ങനെ പോവല്ലേ, രസാക്കല്ലേ, വൈബാക്കല്ലേ. ഫുൾ ക്യൂ ആണ്, ബ്ലോക്ക് കണ്ടില്ല. ഡിഫൻഡർ ഞങ്ങളുടെ വണ്ടിയിലോ VIP പാർക്കിങ്ങിലാണ് കിടക്കുന്ന മുതലാളി. വി ആർ ഇയറോ
കേക്ക്, അങ്ങനെ ഒരു കേക്ക് കിട്ടിയിട്ടുണ്ട് മാരിയോട്ടിന്ന്. നമ്മൾ പൊയിഞ്ഞെടുത്തു. പരിപാടികൾ മതിയാക്കി നമ്മൾ വിട വാങ്ങുകയാണ്. പോല കേക്ക് നമ്മൾ നാളെ മുറിച്ചു. നാളല്ല, വൈക്കന്ന് മുറിച്ചു. ആരെ ബർത്ത്ഡേ ആയാലും വേണ്ടിയില്ല. ഇതെവിടെയാണ്? പെരിയാർ റെസ്റ്റോറൻറ്റ്. എന്തൊരു ജനമാണ് എൻ്റെ പൊന്നെ. ആദ്യമായിട്ട് കേക്ക് കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ വൈബ് ആൻഡ് ആംബിയൻസ് ആണ്. Come on. ഏതൊക്കെയാണ്? എന്തൊക്കെയാണോ? ചെമ്മീന്, കരിമീൻ മപ്പാസ്, തറവ, ചെമ്മീൻ കറി, കക്ക. അത് വേണം. എന്താണ് മീന്? ഇതൊന്ന് മത്തിയോ? പായസമുണ്ട്, ഊണ്, പപ്പടം. വേണമെന്നില്ല, വയ്യ. ഫുള്ള് അടിച്ച് മിന്നി വരികയാണ് ഹോട്ടലിന്. ചെമ്മീൻ ഞാൻ കുത്തി. ഏതാ കരിമീനാ? ഏത് മീനും കറിയില്ല, പക്ഷെ എനിക്ക് ടേസ്റ്റ് ചെയ്യും. തേങ്ങാപ്പാല, ചെമ്മീൻ കറി, ചെമ്മീൻ റോസ്റ്റ്. കറി സൂപ്പർ, നല്ല കറിയാണ്. ഇതാണ് ബില്ല്. ചോറിന് 70 റുപ്യ, ചെമ്മീൻ 200, കക്ക 70, ചെമ്മീൻ ആ റോസ്റ്റ് ചെറിയ പാത്രം 70, ഫ്രൈ 150, കൈകപ്പംസ് 250, മറ്റേ സാധനം ഇവിടെ കരിമീൻ ചെമ്മീൻ കറി അത് സൂപ്പർ 200. പെരിയാർ റെസ്റ്റോറൻറ്റ് കേട്ടോ. വരാപ്പുഴയാണ് തോന്നുന്നുണ്ട് സ്ഥലത്തിൻ്റെ പേര്. അപ്പം ഞങ്ങൾ മീൻ കഴിച്ച് പോവാണ് ഈ നാട്ടുകുട്ടികളെ നാട്ടിക്ക്. അതിന്റെ മുന്നൊരിതുണ്ട്, കേക്ക് കട്ടിങ് ഉണ്ട് കേട്ടോ. അതിന് പറ്റിയൊരു സ്ഥലം നിർത്തണം, പള്ളി നിർത്തണം ഒക്കെ ഉണ്ട്. കേക്ക് മുറിക്കാൻ പോവാണ്. മാരിയോട്ടെന്നുള്ള കേക്ക്. അടയ്ക്കോ, മാരിയോട്ടെന്ന് കേക്ക് മുറിക്കൽ പരിപാടി. തുടങ്ങി. ഇന്റർനാഷണൽ ട്രെയിനർ അഫ്ലന്റെ അതാ. എത്രാമത്തെ ബർത്ത്ഡേ അഫ്ലെ? 22 ബർത്ത്ഡേ 22 + 7 അല്ലേ? 32 മുതല് കേക്ക് കിടക്കണ കിടപ്പ് കണ്ടോ? കത്തില്ല. എന്താ അത്? എവിടുന്നാണ് നമ്മള് മുറിക്കണത്? ആഹാ, സൺസെറ്റ് ആസ്വദിച്ച് നിളയുടെ തീരത്ത്. നമ്മളെ ഫാൻസ് അവിടെ ഉണ്ട്. ആ പറയൂ പറയൂ, ആരാ പറഞ്ഞോട്? കത്തിയില്ല. ഞാനല്ല, കത്തിയുടെ വല്ലാത്ത കഷ്ടം. ഇങ്ങനെ കടിച്ചു നിന്ന് ഒരു പീസ് തരുമോ? ആനാണ് പുതുപ്പറമ്പാണ് ഇയാളെ. ആ പുതുപ്പറമ്പ് പെയിന്റ് മൊയിലാളി. അടക്ക ഫാൻസ് നടക്കട്ടെ. കേക്ക് മുറിച്ച് കയ്യിൽ മുറിച്ചോണ്ടഞ്ഞി നവീനജി കഴിക്കാൻ മതിയല്ലോ. കയ്യ് ആണ് പറിച്ചെടുത്തൂടെ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അനക്കാദ്യം പൊടി ഇടുന്നേ. ഇതൊരു കട്ട് ചെയ്താലോ? റാഫിയൊക്കെ വെറൈറ്റി കത്തി ഉണ്ടാക്കിയാണ്. ബാക്കി കുട്ടിയെ കൊടുത്താലാണ്ട് ആണോ? ഫാൻസ് ഓക്കെ അല്ല? കേക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ല? 22ാമത്തെ ചുള്ളം കുട്ടിയാണ്, പാവം കുട്ടി. കല്യാണം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ.
അങ്ങനെ ഏകദേശം ഒരു 6-6:30 ആയപ്പോൾ നാട്ടിലേക്ക് എത്തി. ഒരു 8-8:30 ആയപ്പോൾ ട്രെയിനറുടെ വക വീണ്ടും വിളി. ഒരു ഷവായ കഴിച്ചാൽ ഇന്ന് ഏതായാലും വർക്കൗട്ട് ചെയ്ത ദിവസമല്ലേ, ഇങ്ങനത്തെ ഒരു ട്രെയിനറെ കിട്ടുമെങ്കിൽ നിങ്ങൾ ഭാഗ്യം ചെയ്യാൻ തന്നെ വേണം. ഈ ഇടയായിട്ട് കോട്ടക്കൽ എന്നെ വല്ലാണ്ട് ആകർഷിച്ചൊരു ഷവായും റൈസും ഇതന്നെ. നമ്മുടെ കോട്ടക്കൽ ചെങ്കോട്ടി എത്തുന്ന മുന്നേയുള്ള കാഡിലോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സംഭവമാണ്. ഞാനിപ്പോൾ ഒരു 3-4-5 പ്രാവശ്യമായിട്ട് സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നുണ്ട്. അടിപൊളി ഷവായ, ചൂടോടെ കൂടെ കഴിക്കാം. ചൂടോടെ തരിക, അടിപൊളി ഷവായ. വീണ്ടും ഓർഡർ ആക്കിയിട്ടാ. അങ്ങനെ ഇതോടുകൂടി നമ്മുടെ കൊച്ചി യാത്രയ്ക്ക് ഇവിടെ വിരാമിടുകയാണ്. കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു വ്യക്തി ഹൈക്രോസ് എന്ന വണ്ടി എടുത്തതിന്റെ പേരിൽ ഇത്രയധികം ട്രീറ്റ് ചെയ്യുന്നത്. റാഫിയൊക്കെ 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദിസ് ഫുഡിഷ സൈനിങ് ഓഫ്.